ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ എന്നും കൂടി പറയുന്നുണ്ട്. ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മെയിനായിട്ട് രണ്ട് ഔട്ട്കംസാണ് നമുക്ക് ഉണ്ടാവുക. ഒന്ന് സക്സസ്സും ഒന്ന് ഫെയിലിയറും. അപ്പോൾ ഈ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ മെയിനായിട്ട് രണ്ട് ഔട്ട്കംസ് ഉണ്ടാവും. ഒന്ന് സക്സസ്സും ഒന്ന് ഫെയിലിയറും. സക്സസ്സിനെ നമ്മൾ പി എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഫെയിലിയറിനെ നമ്മൾ ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് പിയും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NCR ഇൻറ്റു പി റേസ് ടു ആർ ഇൻറ്റു ക്യൂ റേസ് ടു n-r ആണ്. NCR അതിൽ സി എന്ന് പറയുന്നത് കോമ്പിനേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ NCR ഇൻറ്റു പി എന്ന് പറയുന്നത് സക്സസ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ഫെയിലിയർ ആണ്. ഇനി n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസും r എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻസും ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിലെ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് കൗണ്ടബിളും സ്മോളും ആയിരിക്കും. നമുക്ക് n എന്ന് പറയുന്നത് സ്മോൾ ഫിഗർ ആയിരിക്കും ഉണ്ടാവുക, ചെറിയൊരു സംഖ്യ ആയിരിക്കും n എന്ന് പറയുന്നത്. ഇനി അതേപോലെ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ട്രയൽസ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ ആദ്യത്തെ ട്രയൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ട്രയലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആണ്. അതേപോലെ കോയിൻ ടോസ് ചെയ്യുന്ന എല്ലാ കേസിലും നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് അപ്ലൈ ചെയ്യുക. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 4 coins are tossed simultaneously. What is the probability of getting 2 heads? Apply binomial distribution. അതായത് കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുക. ഇവിടെ തന്നിട്ടുള്ളത് 4 coins എന്നാണ്. അപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്? 2 ഹെഡ്സിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ r എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് 2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ n ഇസ് ഈക്വൽ ടു 4, r ഇസ് ഈക്വൽ ടു 2. ഇനി നമ്മുടെ ഔട്ട്കംസ്, രണ്ട് ഔട്ട്കംസാണ് ഉണ്ടാവുക. ഒന്ന് സക്സസ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ്സും ഒന്ന് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക പി എന്നാണ്. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ക്യൂ എന്നാണ്. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കാൻ പി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ക്യൂ കണ്ടുപിടിക്കാൻ 1 - p ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പിയും ക്യൂവും കണ്ടുപിടിക്കണം. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നോർമലായിട്ട് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. കോയിൻ്റെ കേസിൽ, കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ അതിൻ്റെ സക്സസ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹെഡ് കിട്ടുക എന്നുള്ളത് അതിൻ്റെ സക്സസ് ആയിട്ട് നമുക്കിവിടെ എടുക്കാം. നമ്മളിവിടെ ഹെഡാണ് പറയുന്നത്. ഓക്കെ, 2 heads എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെഡാണ് നമ്മുടെ സക്സസ് ആയിട്ട് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് നമുക്ക് 1/2 ആണെന്ന് പറയാം. ഒരു കോയിൻ ടോസ് ചെയ്താൽ 2 ഔട്ട്കംസാണ് ഉണ്ടാവുക. ഒന്ന് ഹെഡും ഒന്ന് ടെയിലും. അതിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അപ്പോൾ പി, പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ പി കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 1 - 1/2 ഇസ് ഈക്വൽ ടു 1/2 ആണെന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്ന് പറയുന്നത് NCR ഇൻറ്റു പി റേസ് ടു ആർ ഇൻറ്റു ക്യൂ റേസ് ടു n-r ആണ് ഇക്വേഷൻ. ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് NCR ആണ്. NCR ഇസ് ഈക്വൽ ടു, NCRൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഓക്കെ, ഇത് നമുക്ക് NCR ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ 4c2, n എന്ന് പറയുന്നത് 4 ആണ്, r എന്ന് പറയുന്നത് 2 ആണ്. 4c2 ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ, അതായത് 4 ഫാക്ടോറിയൽ ബൈ 4 - 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതുവരെ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. ഓക്കെ, 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 × 1. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ×
1 അങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 ഫാക്ടോറിയലാണ്. അതായത് 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 ഇൻറ്റു 1. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും, 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 6 കിട്ടും. ഓക്കെ, 2 ഇൻറ്റു 3 6 കിട്ടും. അപ്പോൾ നമുക്ക് 4C2 കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാം 6 ഇൻറ്റു, ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക 4C2 ഇൻറ്റു പി റേസ് ടു ആർ. പി എന്ന് പറയുന്നത് 6 ഇൻറ്റു 1/2 ആണ് പി. ഓക്കെ, 1/2 റേസ് ടു ആർ എന്ന് പറയുന്നത് 2. ഓക്കെ, ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 റേസ് ടു n മൈനസ് ആർ ആണ് പറയുന്നത്. n എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മൈനസ് ആർ എന്ന് പറയുന്നത് 2 ആണ്. 4 മൈനസ് 2. അപ്പോൾ നമുക്കിത് കിട്ടുക 6 ഇൻറ്റു 1/2 റേസ് ടു 2 ഇൻറ്റു 1/2 റേസ് ടു 2. ഓക്കെ, ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 1/2 റേസ് ടു 4 എന്ന് വരും. 2 + 2 4 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് 6 ഇൻറ്റു 0.5 റേസ് ടു 4. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ഇൻറ്റു 0. അതായത് 0.5 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 4 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ്. 0.0625 കിട്ടും. അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 0.375. ഇങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അപ്പോൾ ഇതിവിടെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം അല്ലെങ്കിൽ സ്മോൾ നമ്പർ ആയിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോബബിലിറ്റി ദാറ്റ് എ ബാറ്റ് സ്കോർ സെഞ്ചുറി ഇൻ എ ക്രിക്കറ്റ് മാച്ച് ഈസ് 1/3. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ചസ് ഹി മേ സ്കോർ സെഞ്ചുറി ഇൻ 2 മാച്ചസ് ആൻഡ് സ്കോർ നോ സെഞ്ചുറി? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് 1/3 ആണ്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഈ 1/3 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ പി എന്ന് പറയുന്നത് 1/3 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതായത് ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. അപ്പോൾ 1 മൈനസ് 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ 2/3 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ചസ് ഹി മേ സ്കോർ സെഞ്ചുറി ഇൻ 2 മാച്ചസ് ആൻഡ് സ്കോർ നോ സെഞ്ചുറി. 2 കേസ് നമ്മളോട് പറയുന്നുണ്ട്. അതായത് ആർ എന്ന് പറയുന്നത് 2 കേസ് കാണാനുണ്ട്. ഒന്ന് ആർ ഈസ് ഈക്വൽ ടു 2ഉം ദെൻ നോ സെഞ്ചുറി എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു 0 വരുന്ന കേസുമാണ്. അപ്പോൾ 2 കേസ് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 5 മാച്ചസിൽ 2 എണ്ണത്തിൽ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസും 1ലും സെഞ്ചുറി അടിക്കാതിരിക്കാനുള്ള ചാൻസുമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കേസ് എൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഫസ്റ്റത്തെ കേസിൽ ആർ ഈസ് ഈക്വൽ ടു 2 ആണ് വരിക. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ NCR ഇൻറ്റു പി റേസ് ടു ആർ ഇൻറ്റു ക്യൂ റേസ് ടു n മൈനസ് ആർ 5C2 ഇൻറ്റു പി എന്ന് പറയുന്നത് 1/3 റേസ് ടു 2 ഇൻറ്റു 2/3 റേസ് ടു 5 മൈനസ് 2. ഓക്കെ, ആദ്യം 5C2 ചെയ്യുക. 5C2 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 ഫാക്ടോറിയൽ. അപ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 10 ആണ്. ഓക്കെ, ഇനി ബാക്കി ചെയ്യാം. 10 ഇൻറ്റു 1/3 റേസ് ടു 2 ഇൻറ്റു 2/3 റേസ് ടു 3. 5 മൈനസ് 2 എന്ന് പറയുന്നത് 3 ആണ് വരിക. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻറ്റു 1/3 എന്ന് പറയുന്നത് 0.33 ആണ്. റേസ് ടു 2 ഇൻറ്റു 0.66 റേസ് ടു 3. ഓക്കെ, ദെൻ 10 ഇൻറ്റു 0.33 ഇൻറ്റു 0.33. അപ്പോൾ
0.1089 കിട്ടും ഇൻറ്റു 0.66 ഇൻറ്റു 0.66 ഇൻറ്റു 0.66 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. നമുക്ക് കിട്ടുന്നത് 0.2874 ആണ്. ഇത് മൂന്നും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.312. ഇതാണ് ഫസ്റ്റത്തെ കേസിൻ്റെ ആൻസർ വരിക. R = 2. 2 സെഞ്ചുറി അടിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.312 ആണ്. ഇനി നമുക്ക് കാണാനുള്ളത് R = 0, അതായത് നോ സെഞ്ചുറിയാണ് പറയുന്നത്. സെഞ്ചുറിയാണ് നമ്മുടെ സക്സസ് ആയിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നോ സെഞ്ചുറി എന്ന് പറയുമ്പോൾ R = 0 എന്ന് വരും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം. N = 5, P = 1/3, Q = 2/3, R = 0 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. NCR × P⁻R × Q⁻n - R. N എന്ന് പറയുന്നത് 5C 0 ആണ് വരിക ഇൻറ്റു P⁻R 1/3 0 ഇൻറ്റു 2/3 5 - 0 ആണ് വരിക. അപ്പോൾ 5C0 എന്ന് പറയുന്നത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക 1 ആണ്. ഓക്കെ, 5C0 എന്ന് പറയുന്നത് = 1 ആണ്. നമുക്ക് ചെയ്തു നോക്കിയാലും ആൻസർ കിട്ടുക. ഇനി 1/3 0 എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 1 ഇൻറ്റു 1/3 എന്ന് പറയുന്നത് 0.33 ആണ്. ഇത് ചെയ്താൽ നമുക്ക്, അതായത് ഏതൊരു സംഖ്യനും ⁻0 ചെയ്താൽ നമുക്ക് കിട്ടുക 1 ആണ് ആൻസർ കിട്ടുക. ഇൻറ്റു 2/3 എന്ന് പറയുന്നത് 0.66 ആണ്. 66 5 വരും. 5 - 0 5 വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു ഇതിൻ്റെ ആൻസർ 0.66ന് 5 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. 0.66 ഇൻറ്റു 0.66 ഇൻറ്റു 0.66 ഇൻറ്റു 0.66 ഇൻറ്റു 0.66. അപ്പോൾ നമുക്ക് കിട്ടുക 0.125 ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുക 0.125. ഇങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.